പ്രിയമുള്ളവരെ, വിശുദ്ധ ബൈബിൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നമുക്കൊന്നിച്ച് ഒരു വട്ടമെങ്കിലും വായിച്ച് ധ്യാനിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. ഈ ബൈബിൾ പാരായണത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത് POC മലയാളം ബൈബിളാണ്. ഓർക്കുക, നാം വചനം വായിക്കുമ്പോൾ ഈശോ വചനമായി നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. മുടക്കം കൂടാതെ വചനം വായിക്കുന്നത് ഒരു നിയോഗമായി നമുക്കെടുക്കാം. അതിനായി പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം വചനത്തിലെ വാഗ്ദാനങ്ങൾ ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും നിറവേറണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഇന്ന് നമ്മൾ വായിച്ച് ധ്യാനിക്കുക രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിലെ 1-ാം അധ്യായമാണ്. ഏലിയായും അഹസിയായും. ആഹാബിന്റെ മരണത്തിനു ശേഷം മോവാബ് ഇസ്രായേലിനെതിരെ കലാപം ആരംഭിച്ചു. സമരിയായിൽ വെച്ച് അഹസിയ മട്ടുപ്പാവിൽ നിന്ന് വീണ് കിടപ്പിലായി. താൻ ഇതിൽ നിന്ന് രക്ഷപ്പെടുമോ ഇല്ലയോ എന്ന് ആരായാൻ എക്രോണിലെ ദേവനായ ബാൽസെബൂബിന്റെ അടുത്തേക്ക് ആളയച്ചു. തിഷ്ബ്യനായ ഏലിയായോട് കർത്താവിന്റെ ദൂതൻ അരുൾ ചെയ്തു, സമരിയ രാജാവിന്റെ ദൂതന്മാരെ ചെന്ന് കണ്ട് അവരോട് ചോദിക്കുക, ഇസ്രായേലിൽ ദൈവമില്ലാഞ്ഞിട്ടാണോ നിങ്ങൾ എക്രോൺ ദേവനായ ബാൽസെബൂബിനെ സമീപിക്കുന്നത്? കർത്താവ് അരുൾ ചെയ്യുന്നു, രോഗശയ്യയിൽ നിന്ന് നീ എഴുന്നേൽക്കുകയില്ല, നീ മരിക്കും. ഏലിയ പുറപ്പെട്ടു. ദൂതന്മാർ തിരിച്ചെത്തിയപ്പോൾ രാജാവ് ചോദിച്ചു, നിങ്ങൾ എന്താണ് തിരികെ വന്നത്? അവർ മറുപടി പറഞ്ഞു, ഒരാൾ വന്ന് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ തിരികെ ചെന്ന് നിങ്ങളെ അയച്ച രാജാവിനെ അറിയിക്കുക. കർത്താവ് അരുൾ ചെയ്യുന്നു, ഇസ്രായേലിൽ ദൈവമില്ലാഞ്ഞിട്ടാണോ എക്രോൺ ദേവനായ ബാൽസെബൂബിനെ നീ സമീപിക്കുന്നത്? ഈ രോഗശയ്യയിൽ നിന്ന് നീ എഴുന്നേൽക്കുകയില്ല, നീ മരിക്കും. അവൻ ചോദിച്ചു, നിങ്ങളോട് ഇത് പറഞ്ഞയാൾ എങ്ങനെയിരുന്നു? അവർ പറഞ്ഞു, അവൻ രോമക്കുപ്പായവും തുകൽ കൊണ്ടുള്ള അരപ്പട്ടയും അണിഞ്ഞിരുന്നു. ഉടനെ രാജാവ് പറഞ്ഞു, തിഷ്ബ്യനായ ഏലിയ ആണ് അവൻ. രാജാവ് 50 പേരുടെ ഗണത്തെ നായകനോടൊപ്പം ഏലിയായുടെ അടുത്തേക്ക് അയച്ചു. മലമുകളിലിരുന്ന ഏലിയായോട് നായകൻ പറഞ്ഞു, ദൈവപുരുഷ, ഇറങ്ങി വരാൻ രാജാവ് കൽപ്പിക്കുന്നു. ഏലിയ പ്രതിവചിച്ചു, ഞാൻ ദൈവപുരുഷനാണെങ്കിൽ ആകാശത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി നിന്നെയും നിന്റെ 50 പേരെയും ദഹിപ്പിച്ചു കളയട്ടെ. ആകാശത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി അവരെ ദഹിപ്പിച്ചു. വീണ്ടും 50 പേരെ നായകനോടൊപ്പം രാജാവ് ഏലിയായുടെ അടുത്തേക്ക് അയച്ചു. നായകൻ ചെന്ന് അവനോട് പറഞ്ഞു, ദൈവപുരുഷ, ഇത് രാജാവിന്റെ കൽപ്പനയാണ്, വേഗം ഇറങ്ങി വരിക. ഏലിയ പറഞ്ഞു, ഞാൻ ദൈവപുരുഷനാണെങ്കിൽ ആകാശത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി നിന്നെയും നിന്റെ 50 പേരെയും ദഹിപ്പിച്ചു കളയട്ടെ. ആകാശത്തിൽ നിന്ന് ദൈവത്തിന്റെ അഗ്നി ഇറങ്ങി അവരെ ദഹിപ്പിച്ചു. രാജാവ് മൂന്നാമതും 50 പേരെ നായകനോടുകൂടെ അയച്ചു. നായകൻ ചെന്ന് ഏലിയായുടെ മുൻപിൽ മുട്ടുകുത്തി അപേക്ഷിച്ചു, ദൈവപുരുഷ, എന്റെയും അങ്ങയുടെ ഈ 50 ദാസന്മാരുടെയും ജീവൻ അങ്ങയുടെ ദൃഷ്ടിയിൽ വിലപ്പെട്ടതായിരിക്കട്ടെ. മുൻപ് വന്ന 50 പേരുടെ 2 സംഘങ്ങളെയും അവരുടെ നായകന്മാരെയും ആകാശത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ദഹിപ്പിച്ചു. ഇപ്പോൾ എന്റെ ജീവൻ അങ്ങയുടെ ദൃഷ്ടിയിൽ വിലപ്പെട്ടതായിരിക്കട്ടെ. കർത്താവിന്റെ ദൂതൻ ഏലിയായോട് പറഞ്ഞു, അവനോടുകൂടെ ഇറങ്ങിച്ചെല്ലുക, അവനെ ഭയപ്പെടേണ്ട. ഏലിയ അവനോടുകൂടെ രാജാവിന്റെ അടുത്തു ചെന്നു. ഏലിയ രാജാവിനോട് പറഞ്ഞു, കർത്താവ് അരുൾ ചെയ്യുന്നു, എക്രോൺ ദേവനായ ബാൽസെബൂബിനോട് ആരായാൻ ദൂതന്മാരെ അയച്ചതുകൊണ്ട് നീ രോഗശയ്യയിൽ നിന്ന് എഴുന്നേൽക്കുകയില്ല, നിശ്ചയമായും നീ മരിക്കും. ഇസ്രായേലിൽ ദൈവമില്ലാഞ്ഞിട്ടാണോ നീ ഇത് ചെയ്തത്? ഏലിയ വഴി കർത്താവ് അരുൾ ചെയ്തതുപോലെ അവൻ മരിച്ചു. അഹസിയായ്ക്ക് പുത്രനില്ലാതിരുന്നതിനാൽ സഹോദരൻ യോറാം യൂദാ രാജാവായ യഹോഷഫാത്തിന്റെ പുത്രൻ യഹോറാമിന്റെ 2-ാം ഭരണവർഷത്തിൽ രാജാവായി. അഹസിയായുടെ മറ്റു പ്രവർത്തനങ്ങൾ
ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ.